ഹായ് ഫ്രണ്ട്സ്, ഡേ 3 പ്രയർ സീരീസിൽ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വയ്ക്കുന്ന ടോപ്പിക് മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഓവുലേഷൻ ടൈം വിൻഡോ ആണ്. നമ്മൾ എല്ലാ സ്ത്രീകളും അവരുടെ ജീവിത കാലഘട്ടത്തിന്റെ ഒരു മഹാഭൂരിപക്ഷം പീരീഡും കടന്നു പോകുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്നത്. ഈ മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ? ഓവുലേഷൻ ടൈം വിൻഡോ എന്താണെന്ന് അറിയുന്നതിന് മുൻപ് എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ എന്നറിയണം. മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ഒവേറിയൻ ആൻഡ് യൂട്രൈൻ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരും പ്യൂബർട്ടി ഏജിലാണ്, അതായത് ഒരു 10 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ. പക്ഷേ ഈ ഒരു പ്യൂബർട്ടി ഏജിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഫീമെയിൽസിൽ ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പെൺകുഞ്ഞ് അമ്മയുടെ യൂട്രസിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഫീമെയിൽ ഗാമറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ഫീമെയിൽ ഗാമറ്റായി രൂപാന്തരപ്പെടേണ്ട ജേം സെൽ അത് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്ന ഫോമിലേക്ക് എത്തുന്നു. ഇങ്ങനെ എത്തിയ ഈ ഒരു സെൽ ഇല്ലെങ്കിൽ ഈ ഒരു ഊസൈറ്റ് എന്ന് നമുക്ക് പറയാം, പ്രൈമറി ഊസൈറ്റ്, അത് ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിൽ വെച്ച് അറസ്റ്റഡ് ആയി. ഇങ്ങനെ കുറെ ഊഗോണിയം ഇല്ലെങ്കിൽ കുറെ ജേം സെൽസ് ഇത്തരത്തിലുള്ള പ്രോസസ്സിൽ കൂടെ കടന്നു പോയി ഓൾമോസ്റ്റ് ഒരു 60,000 നമ്പർ ഓഫ് പ്രൈമറി ഊസൈറ്റ്സ് വരെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടി ജനിച്ചു കഴിയുന്ന സമയം മുതൽ പ്യൂബർട്ടി എത്തുന്ന ഒരു 10 കൊല്ലം എന്ന് വേണമെങ്കിൽ 10-12 ഇയേഴ്സ് വരെയുള്ള ഈ ടൈം ഗ്യാപ്പിൽ ഈ നേരത്തെ ഉണ്ടായിരിക്കുന്ന പ്രൈമറി ഊസൈറ്റ്സ് അത് റെഡ്യൂസ് ചെയ്ത് ഡീജനറേഷൻ സംഭവിച്ച് ഒരു 450 to 500 നമ്പർ ഓഫ് പ്രൈമറി ഊസൈറ്റ്സ് മാത്രമായി മാറും. പക്ഷെ നമുക്കറിയാം, മെയിൽസിലാണെങ്കിൽ അവർക്ക് ഇൻട്രാ യൂട്രൈൻ ലൈഫിലായിരിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു ഡെവലപ്മെന്റ്സും നടക്കുന്നില്ല. ഗാമേറ്റ് ഫോർമേഷന്റെ കാര്യത്തിൽ അവരുടെ ഡെവലപ്മെന്റും പ്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് പ്യൂബർട്ടി മുതലാണ്. പ്യൂബർട്ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പ്രോസസ് അവർക്ക് ലൈഫ് ടൈം വരെ ഉണ്ടാകുന്നു മാത്രം. ഫീമെയിൽസിലാണെങ്കിൽ ഈ ടോട്ടലായിട്ട് ഈ റീപ്രൊഡക്റ്റീവ് ഏജിൽ പ്യൂബർട്ടി മുതൽ നോക്കുകയാണെങ്കിൽ ഒരു 50 ഇയേഴ്സ് വരെ നോക്കുകയാണെങ്കിൽ ഒരു 450 to 500 ഓവമേ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് മന്ത്ലി ഒരു എഗ്ഗ് മാത്രം അല്ലെങ്കിൽ ഒരു ഓവം മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫീമെയിൽ ഗാമേറ്റ് ഫോർമേഷന്റെ സ്റ്റാർട്ടിങ് ഇല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സൈക്കിൾ എന്താണെന്ന് നോക്കാം. ഈ ഒരു സൈക്കിളിൽ കൂടി കടന്നു പോകുന്ന ഫീമെയിൽസിന് സാധാരണയായി കണ്ടുവരുന്ന ഹോർമോണൽ ചേഞ്ചസും മറ്റ് വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് മെൻസ്ട്രൽ സൈക്കിൾ? ഇറ്റ് ഈസ് ദി സൈക്ലിക് ചേഞ്ചസ് ഒക്കറിംഗ് ഓൺ ദ എൻഡോമെട്രിയൽ വോൾ ഓഫ് ദി യൂട്രസ്. അതായത് നമ്മുടെ യൂട്രസിന് 3 ലെയർ ഓഫ് വോൾസ് ആണ് ഉള്ളത്. അതിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ ഒരു എൻഡോമെട്രിയം എന്ന് പറയുന്ന വോളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഈ മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ അപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിളിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റഫ്ലി ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ 4 സ്റ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ 4 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡേ 1 to 4 അല്ലെങ്കിൽ ഡേ 1 to 5 എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിലാണ് നമുക്ക് ബ്ലഡ് ഫ്ലോ ഇല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. നോർമലി ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഫീമെയിലിന് 5 to അല്ലെങ്കിൽ 4 to 7 ഡേയ്സ് വരയ്ക്കും ബ്ലീഡിങ് നിൽക്കാം. അതിൽ 1 to 4 അല്ലെങ്കിൽ 1 to 5 ഡേയ്സിനെയാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. ഈ സമയത്തിൽ നമ്മുടെ യൂട്രസിന്റെ ഇന്നർ വോളായിട്ടുള്ള എൻഡോമെട്രിയം നല്ല തിക്കൻഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും. ആ തിക്കൻഡ് ആയിട്ടുള്ള വോൾസും അതിലുള്ള ഗ്ലാൻസും ബ്ലഡ് വെസൽസ് എല്ലാതും ബ്രേക്ക് ഡൗൺ ചെയ്ത് വെജൈനയിൽ കൂടെ ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. ഈ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇനി സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് റഫ്ലി മിനിമം 21 to maximum 40 ഡേയ്സ് വരെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സൈക്കിളാണ്. ഈ ഒരു സൈക്കിൾ എല്ലാ ഫീമെയിൽസിനും ഒരേപോലെ ആയിരിക്കില്ല. ചില ലേഡീസിന് അത് 28 ഡേയ്സിലായിരിക്കാം, ചില ലേഡീസിന് അത് 40 ഡേയ്സ് ആയിരിക്കാം. ഡേയ്സ് എത്രയായാലും ഈ വരുന്ന സൈക്കിൾ എല്ലാ മന്ത്ലിയും ഈ ഒരു ഡേ ഇത്രയും സ്പാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസ് കണ്ടു കഴിഞ്ഞു. ഈ ഒരു ഫേസിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഹോർമോൺസ്, അതായത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിന്റെ ലെവല് വളരെ കുറവായിരിക്കും. ഇനി സെക്കൻഡ് ഫേസ്.
ഡേ 5 to ഡേ 14. ഈ ഒരു ഫേസിനെ പറയുന്നതാണ് പ്രോളിഫറേറ്റീവ് ഫേസ് ഇല്ലെങ്കിൽ ഫോളിക്കുലർ ഫേസ്. ഈ ഫേസിന്റെ പേരിൽ തന്നെ നമുക്ക് വ്യക്തമാണ്, there is something get proliferated, എന്തോ അവിടെ പ്രോളിഫറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റേജില് നമ്മുടെ ഓവറിക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈമറി ഊസൈറ്റ് അവിടെ റെഡി ആയിട്ട് നമ്മുടെ ഇൻട്രാ യൂട്രൈൻ ലൈഫിൽ തന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആ പ്രൈമറി ഊസൈറ്റിന് ചുറ്റും കുറച്ച് സെൽസ് അല്ലെങ്കിൽ സ്ട്രോമ പറയുന്ന കുറച്ച് പാർട്ടിക്കിൾസ് വന്ന് ചുറ്റും വരും. എന്നിട്ട് അത് മെച്ചുറേഷന് മുൻപോട്ട് പോകും. അങ്ങനെ അത് മെച്ചുവേർഡായി ഫുള്ളി മെച്ചുവേർഡ് ആവുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൽ ചെന്നെത്തും. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ അകത്തായിരിക്കും നമ്മുടെ ഫീമെയിൽ ഗാമറ്റ് ഇരിക്കുന്നത്. സോ ഈ പ്രോളിഫറേറ്റീവ് ഫേസിന്റെ 14th ഡേ ആവുമ്പോൾ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യും. ഇത് റപ്ചർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈസ്ട്രജന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ലൂട്ടിനൈസിങ് ഹോർമോൺ വളരെ നന്നായി കൂടും. ഈ എഫക്റ്റ് മൂലമെല്ലാം ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവം റിലീസ് ചെയ്യും. ഈ ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫേസ് ആണ് ഈ ഒരു ഫീമെയിലിന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ്. സോ ഈ 14th ഡേ അതിന്റെ തലേ ദിവസം, അതായത് 13th ഡേയും തൊട്ട് അതിനുശേഷം വരുന്ന ദിവസം 15th ഡേയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡേയ്സ് ആണ്. ഈ 3 ദിവസത്തെയാണ് നമ്മൾ ഓവുലേഷൻ ടൈം വിൻഡോ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് സ്പേം യൂട്രസിലെ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ ആംബുലറി ഇസ്തുമിക് ജംഗ്ഷൻ എന്ന ഭാഗത്ത് വന്ന് ഓവത്തിനെ മീറ്റ് ചെയ്താൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ സംഭവിച്ച് പ്രഗ്നൻസി പോസിബിൾ ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ഉണ്ടാവില്ല. സോ ഇതാണ് ഓവുലേഷന്റെയും ഓവുലേഷൻ ടൈം വിൻഡോന്റെയും പ്രോളിഫറേറ്റീവ് ഫേസിന്റെയും ഇമ്പോർട്ടൻസ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫേസ്, അതായത് ഡേ 15 to ഡേ 28, ഈ ഒരു ഫേസിനെ പറയുന്ന പേരാണ് ലൂട്ടിയൽ ഫേസ് ഓർ സെക്രീറ്ററി ഫേസ്. ഈ ഒരു സമയത്ത് നേരത്തെ റപ്ചർ ചെയ്ത് ഓവം റിലീസ് ചെയ്ത ഗ്രാഫിയൻ ഫോളിക്കിൾ അത് ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് ചുരുങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നെക്സ്റ്റ് ഹോർമോൺ, അതായത് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യാൻ തുടങ്ങും. പ്രൊജസ്ട്രോണിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡോമെട്രിയൽ തിക്കണിങ് ഒന്നും കൂടി റേസ് ചെയ്യുക എന്നതാണ്. അതായത് നേരത്തെ 1 mm ആയിരുന്ന എൻഡോമെട്രിയൽ തിക്കണിങ് ഒരു 6 or 7 mm എത്തിക്കും. അത് മാത്രമല്ല എൻഡോമെട്രിയത്തിന്റെ അകത്തുള്ള ബ്ലഡ് വെസൽസും അതുപോലെ തന്നെ യൂട്രൈൻ ഗ്ലാൻസും വളരെ ടോർച്ചസ് ആക്കി വളർത്തും. ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി നടന്നിട്ടുണ്ട് എങ്കിൽ ഈ ഇംപ്ലാന്റഡ് ആവാൻ വരുന്ന, അതായത് യൂട്രസിന്റെ അകത്ത് താമസിക്കാൻ വരുന്ന ബേബി ആയിട്ടില്ല, എംബ്രിയോ എന്ന് വേണം പറയാൻ, ഈ ഒരു എംബ്രിയോ ഇംപ്ലാന്റഡ് ആയി അവിടെ സുഖമായി വളരാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒരു ബെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ വേണ്ടിയിട്ടാണ്, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്നത്. സോ 28 ഡേ വരെയും ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നേരത്തെ ഡീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാഫിയൻ ഫോളിക്കിളിനെ നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. ഈ കോർപ്പസ് ലൂട്ടിയം വീണ്ടും വീണ്ടും ഡീജനറേറ്റ് ചെയ്ത് ഇല്ലാണ്ടാവും. അങ്ങനെ നമ്മുടെ ഡേ 28 വരെ എത്തി. അത് കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് പ്രഗ്നൻസി നടന്നിട്ടുണ്ട്, എംബ്രിയോ വന്ന് ഇംപ്ലാന്റഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കോർപ്പസ് ലൂട്ടിയം അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും പ്രൊജസ്ട്രോണിന്റെ സെക്രീഷൻ കൂടിക്കൊണ്ടിരിക്കും. കാരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ് തകർന്നു പോകാണ്ടിരിക്കാൻ, ബേബി അവിടെ സുഖമായിട്ട് വളരാം, പ്ലാസന്റ രൂപപ്പെട്ട് സ്വന്തമായിട്ട് പ്രൊജസ്ട്രോൺ ഒക്കെ റിലീസ് ചെയ്യാൻ കേപ്പബിൾ ആവുന്നത് വരെയും ഈ ഒരു സെക്രീഷൻ പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കും. ഇനി ഇൻ കേസ് പ്രഗ്നൻസി നടന്നില്ല എന്നാണെങ്കിൽ ഈ സെക്രീഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. ഡേ 28 വെച്ച് സെക്രീഷൻസ് എല്ലാം സ്റ്റോപ്പ് ആവും. എൻഡോമെട്രിയൽ വോളും ബ്ലഡ് വെസൽസും യൂട്രൈൻ ഗ്ലാൻസ് എല്ലാം സ്ലഫ് ഓഫ് ചെയ്യും. അത് ബ്ലഡായി നമ്മുടെ വെജൈനയിൽ കൂടെ പുറത്തേക്ക് പോകും. അങ്ങനെ നമ്മുടെ സൈക്കിള് വീണ്ടും റിപ്പീറ്റ് ചെയ്യും, മെൻസ്ട്രൽ ഫേസിലേക്ക് തിരിച്ചെത്തും. അങ്ങനെയാണ് ഈ ഒരു സൈക്കിള് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ഫീമെയിൽസിനും ഒരേ സൈക്കിൾ ടൈം പീരീഡ് ആയിരിക്കില്ല. ചിലവർക്ക് 28 ആവാം, ചിലവർക്ക് 40 ആവാം, ഇങ്ങനെയൊക്കെ മാറിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഈ 20th ഡേ ആയിട്ടുള്ളവർക്കാണ് ഓവുലേഷൻ ടൈം 14th ആയിട്ട് വരുന്നത്. നമ്മുടെ ഡേ ഇല്ലെങ്കിൽ എത്രയാണോ ആ ഒരു സ്പാൻ വരുന്നത് അതിന്റെ നേർപകുതി ആയിരിക്കും നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയം. ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ടൈമിൽ മെയിൻലി നമ്മുടെ മെൻസ്ട്രൽ ഫേസിൽ, അതായത് ബ്ലീഡിങ് നടക്കുന്ന ഈ ഒരു ടൈം പീരീഡിൽ ഫീമെയിൽസ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ക്രാംസ്, നല്ല വേദന, പെയിൻ നല്ലോണം ഉണ്ടാവും, ഹെഡ് ഏക്ക്, ബാക്ക് പെയിൻ, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ച് റെമഡീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലൊക്കെ. വിറ്റമിൻസ്, എസ്പെഷ്യലി വിറ്റമിൻ ഡി, B6, വിറ്റമിൻ സി, അതുപോലെ തന്നെ സിങ്ക്, മെഗ്നീഷ്യം, അയൺ, ഈ സപ്ലിമെന്റ്സ് ഒക്കെ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് കുറച്ചൊക്കെ നമ്മുടെ ഈ പെയിൻ ഇല്ലെങ്കിൽ നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ ഈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള കുറച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് എംപ്റ്റി ആക്കുമ്പോൾ തന്നെ കുറച്ച് റിലീഫ് നമുക്ക് ഫീൽ ചെയ്യും. സോ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ ക്രാംസും പെയിൻസും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. എസ്പെഷ്യലി ഹെർബൽ ടീ, ജിഞ്ചർ ടീ, ഇതുപോലുള്ള കുറച്ച് കഫീൻ ഉള്ള, കോഫി കണ്ടന്റ് ഒക്കെയുള്ള ഫുഡ് ഐറ്റംസ്, ഡ്രിങ്ക്സ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നത് നന്നായിരിക്കും. സോ ഈ പെയിൻസും ക്രാംസും ഒക്കെ ഒന്ന് ഈസ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വിറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിരിക്കുന്ന കുറച്ച് ഫുഡ് സപ്ലിമെന്റ്സ്. മെയിൻലി പറയുകയാണെങ്കിൽ കഫീൻ കണ്ടന്റ് ഉള്ള ഡ്രിങ്ക്സ് ഒക്കെ നമ്മുടെ ഈ പെയിനൊക്കെ ഈസ് ചെയ്യാനായിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെർബൽ ടീ, ജിഞ്ചർ ടീ, ലെമൺ ടീ, ഇതുപോലുള്ള ഡ്രിങ്ക്സ് ഒക്കെ നല്ലതാണ്. പിന്നെ ഡയറി പ്രോഡക്ട്സ്, അതായത് കേർഡ്, യോഗർട്ട്, ഇത്തരം പ്രോഡക്ട്സ്, എഗ്, ഫിഷ്, പിന്നെ ഫ്രൂട്ട്സിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതായത് ഫൈബർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സിന്. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നമുക്ക് ഈ എസ്പെഷ്യലി ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലാണ് ഓൾമോസ്റ്റ് എല്ലാ വിറ്റമിൻസ് അടങ്ങിയിരിക്കുന്നത്. സിട്രസ് ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് വിറ്റമിൻ സി ഉള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ചോക്ലേറ്റ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ടൈമിൽ. ബിക്കോസ് മെഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡ് ആയിട്ടാണ് ചോക്ലേറ്റ്. മെഗ്നീഷ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്രാംസ് ഒക്കെ റിലീവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ അറിയാം, ഈ ഒരു പീരീഡ് പെയിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, ഓരോ പേഴ്സണും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പെയിൻ അനുഭവിക്കുമ്പോൾ എല്ലാവർക്കും, അങ്ങനെയുള്ളവർക്ക് വളരെ ഒരു നല്ല സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. കാരണം ഈ ഒരു സമയത്ത് മൂഡ് സ്വിങ്സ്, ആൻസൈറ്റി, അതുപോലെ തന്നെ ആ ഒരു പെയിൻ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചുറ്റുമുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് ലേഡീസ് മാത്രമല്ല, വീട്ടിലുള്ള ബോയ്സിനും അത് വളരെയധികം എന്താണ് അവർക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി ബിഹേവ് ചെയ്യുന്നത് കഴിഞ്ഞാൽ കുറേയൊക്കെ ഹെൽപ്ഫുള്ളാണ്. സോ നമ്മളിപ്പോൾ മെൻസ്ട്രൽ സൈക്കിളും ഓവുലേഷൻ ടൈം വിൻഡോയും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫുഡ് ഹാബിറ്റ്സും എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിലെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള, ഫീമെയിൽസിനെ സംബന്ധിച്ച് പറയുന്നത് മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള, പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. സോ എല്ലാവരും ഇത് ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ കാണണം. എല്ലാവർക്കും ഒരു ഹെൽത്തി മെൻസ്ട്രൽ സൈക്കിൾ ആശംസിക്കുന്നു. താങ്ക് യു.